റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. ഭക്ഷണത്തിന് സർക്കാർ പണം അനുവദിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ സ്പോർട്സ് ഹോസ്റ്റലുകളും അടച്ചുപൂട്ടി തുടങ്ങി. ഒളിമ്പ്യൻ മുഹമ്മദ് അനസ്, ഒളിമ്പ്യൻ കുഞ്ഞു മുഹമ്മദ് എന്നിവർ പഠിച്ച ഹോസ്റ്റലുകളാണ് അടച്ചുപൂട്ടിയത്. 20-ലധികം ഹോസ്റ്റലുകളാണ് ഈ വർഷം പൂട്ടാനൊരുങ്ങുന്നത്. 13 മാസമായി സർക്കാരിൽ നിന്ന് പണം കിട്ടാത്ത കോളേജുകൾ വരെയുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ദിവസം 280 രൂപയാണ് സർക്കാർ നൽകേണ്ടത്. ഹോസ്റ്റൽ പൂട്ടുമ്പോൾ പലരുടെയും പഠനം തടസ്സപ്പെടുന്ന അവസ്ഥയുമാണ്. ആദ്യം പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഏകദേശം കേരളത്തിൽ 10-45ഓളം സ്പോർട്സ് ഹോസ്റ്റലുകൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെയുണ്ട്. 2024 ജൂൺ ജൂലൈ മാസത്തെ 2 മാസത്തെ പൈസ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം എങ്ങനെ നമ്മൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് DA ആയിട്ട് സർക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് 250 രൂപ. ഹോസ്റ്റലുകൾ മാത്രമല്ല, വിദ്യാർത്ഥികളെ പഠിപ്പും തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പോകുന്നത്. ഒളിമ്പ്യനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ തൃശ്ശൂർ ശ്രീകൃഷ്ണ കോളേജിലെ നമ്മളിപ്പോൾ ഹോസ്റ്റൽ അടച്ചുപൂട്ടി. MA കോളേജിലെ വോളിബോൾ ഹോസ്റ്റൽ അടച്ചുപൂട്ടി. അതേപോലെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് അടച്ചുപൂട്ടി. നമ്മുടെ MD പഴഞ്ഞി അടച്ചുപൂട്ടി. ഏകദേശം കേരളത്തിൽ 10-45ഓളം സ്പോർട്സ് ഹോസ്റ്റലുകൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെയുണ്ട്. 2024 ജൂൺ ജൂലൈ മാസത്തെ 2 മാസത്തെ പൈസ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം എങ്ങനെ നമ്മൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് DA ആയിട്ട് സർക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് 250 രൂപ. ഹോസ്റ്റലുകൾ മാത്രമല്ല, വിദ്യാർത്ഥികളെ പഠിപ്പും തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പോകുന്നത്. ഒളിമ്പ്യനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ തൃശ്ശൂർ ശ്രീകൃഷ്ണ കോളേജിലെ നമ്മളിപ്പോൾ ഹോസ്റ്റൽ അടച്ചുപൂട്ടി. MA കോളേജിലെ വോളിബോൾ ഹോസ്റ്റൽ അടച്ചുപൂട്ടി. അതേപോലെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് അടച്ചുപൂട്ടി. നമ്മുടെ MD പഴഞ്ഞി അടച്ചുപൂട്ടി. ഏകദേശം കേരളത്തിൽ 10-45ഓളം സ്പോർട്സ് ഹോസ്റ്റലുകൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെയുണ്ട്. 2024 ജൂൺ ജൂലൈ മാസത്തെ 2 മാസത്തെ പൈസ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം എങ്ങനെ നമ്മൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് DA ആയിട്ട് സർക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. റഹീസ് റഷീദ്, വല്ല നിരാശപ്പെടുത്തുന്ന വാർത്തയാണ്. നമ്മുടെ കായിക താരങ്ങളെയൊക്കെ വാർത്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ സ്പോർട്സ് ഹോസ്റ്റലുകൾ. ആ സ്പോർട്സ് ഹോസ്റ്റലിലും കൊടുക്കാൻ പണമില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ കാരുണ്യ കുടിശ്ശിക കൊടുക്കാനുണ്ട്. റേഷൻ കടയിലാണെങ്കിൽ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. ഈ സ്പോർട്സ് ഹോസ്റ്റലും അടച്ചുപൂട്ടുന്നു എന്ന് പറയുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ലല്ലോ റഹീസ്. ഗുഡ് മോർണിംഗ് അരുൺ. ഒട്ടും ശുഭകരമായ വാർത്തയല്ല പുറത്തു വരുന്നത്. കാരണം കേരളത്തിന്റെ അഭിമാനമായ നിരവധി ഒളിമ്പ്യന്മാരെ വാർത്തെടുത്തത് സ്പോർട്സ് ഹോസ്റ്റലുകൾ വഴിയാണ്. കൂടുതലും അങ്ങനെ തന്നെയാണ്. അവിടെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് പണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചിലത് അടച്ചുപൂട്ടി തുടങ്ങി, ചിലത് പൂട്ടാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ആ മേഖലയിലുള്ള അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 600ഓളം വിദ്യാർത്ഥികളാണ് 45 കോളേജുകളിലെ സ്പോർട്സ് ഹോസ്റ്റലുകളുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കുന്നത്. 250 രൂപയാണ് ഒരു ദിവസം ഒരു വ്യക്തിക്ക് സർക്കാർ DA ഇനത്തിൽ നൽകേണ്ടത്. ആ പണമാണ് ഇപ്പോൾ നൽകാത്തത്. ചില സ്ഥലത്ത് അധ്യാപകർ കയ്യിൽ നിന്ന് എടുക്കുന്നു, ചില സ്ഥലത്ത് മാനേജ്മെന്റ് എടുക്കുന്നു. ഇതൊന്നും എടുക്കാനില്ലാത്ത സ്ഥലത്ത് പൂട്ടുന്നു എന്നതാണ് രീതി. ഇതിനകത്ത് തൃശ്ശൂരിലെ ഒരു കോളേജിലാണെങ്കിൽ ഒളിമ്പ്യൻ തൃശ്ശൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിലാണെങ്കിൽ 2016 ഒളിമ്പ്യൻ കുഞ്ഞു മുഹമ്മദ് അവിടെ നിന്ന് പോയതാണ്. പിന്നീട് 2016 21 24 മത്സരിച്ച മുഹമ്മദ് അനസ് അവിടെ പങ്കെടുത്താണ്. കുറച്ച് കാലം മുമ്പ് അവിടം പൂട്ടി. മറ്റൊന്ന് അഞ്ജു ബോബി ജോർജും മഞ്ജുമ കുര്യാക്കോസും ജിൻസി ഫിലിപ്പും ഒക്കെ പിടിച്ച തൃശ്ശൂരിലെ വിമല കോളേജിൽ ഒരേ ഒരു കുട്ടി മാത്രമാണ് ഉള്ളത്. ഈ ഒരു അവസ്ഥ ഇത് നമ്മൾ കോളേജുകൾ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിലും സംസ്ഥാനത്തെ സ്കൂളുകളിലും അനുബന്ധിച്ച് സ്പോർട്സ് ഹോസ്റ്റലുകളുണ്ട്. അവിടെയും പണം കൊടുക്കാത്ത അവസ്ഥയാണ്. അതായത് ചിലർക്ക് ഈ അക്കാദമിക് ഇയർ ഒരു പൈസയും കൊടുത്തിട്ടില്ല. ചിലർക്ക് ഈ അക്കാദമിക് ഇയർ മാത്രമല്ല, കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ 3 മാസം, അതായത് ഏതാണ്ട് 13 മാസത്തെ പൈസ കിട്ടാനുള്ള ഒരു അവസ്ഥയിൽ ഇവരുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളിൽ ഏതാണ്ട് ഒരു 70-80% പുറത്തു നിന്ന് അതാത് സ്ഥലത്ത് സ്പോർട്സ് ഹോസ്റ്റലുകൾ തേടി സ്പോർട്സ് കൌൺസിൽ വഴി വരുന്ന ആളുകളാണ്. പഠനം നിൽക്കുമ്പോൾ അവരവിടെ ഈ ഹോസ്റ്റലുകൾ പൂട്ടുമ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം അവരവിടെ നിൽക്കില്ല. കാരണം അവർ പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ സ്പോർട്സ് കണ്ട് അവരുടെ ഏരിയ അതാണെന്ന് മനസ്സിലാക്കി വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കുട്ടികൾ പഠനം നിർത്തും, അല്ലെങ്കിൽ അവരുടെ പഠനം നിന്നുപോകും എന്നൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഡോക്ടർ ആരും അത് വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കായിക താരങ്ങൾക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചേർന്നാണ് ഈ പറയുന്ന പദ്ധതികളൊക്കെ തുടങ്ങിയത്. സ്പോർട്സ് ഹോസ്റ്റലുകൾ പൂട്ടുന്നു എന്നുള്ളത് ഒട്ടും ശുഭകരമായ വാർത്തയല്ല. സർക്കാരിൻ്റെ ശ്രദ്ധ അടിയന്തരമായിട്ട് പതിയണം.
കുടിശ്ശിക അവിടെയും കൊടുത്തു തീർക്കാനുണ്ട്. കുടിശ്ശിക മാത്രം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്നൊരു സംശയമുണ്ട്. ഓരോ ദിവസവും വാർത്ത വായിക്കുമ്പോൾ മെഡിക്കൽ വകുപ്പിൽ കുടിശ്ശിക, റേഷൻ വകുപ്പിൽ, സിവിൽ സപ്ലൈസിൽ കുടിശ്ശിക, വിദ്യാഭ്യാസ വകുപ്പിൽ കുടിശ്ശിക, സ്പോർട്സ് ഹോസ്റ്റലിൽ കുടിശ്ശിക ആവാത്തതായിട്ട് എന്തുണ്ട് ബാക്കി, അല്ലേ?